18/10/2025 കേരള മുഖ്യമന്ത്രി മുൻകൈയെടുത്ത് നവകേരള സർവേ നടത്താൻ തീരുമാനിച്ചു. ആ സർവേയുടെ യോഗത്തിൽ ഉന്നത ഉദ്യോഗസ്ഥന്മാർ പങ്കെടുത്തിരുന്നു. ആലോചനാ യോഗത്തിൽ തന്നെ മുഖ്യമന്ത്രി പറഞ്ഞത്, അതിൻ്റെ ഓഡിയോ പുറത്തു വന്നു, മൂന്നാം തുടർഭരണം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് നവകേരള സർവേ നടത്തുന്നത് എന്നാണ്. അതിനുവേണ്ടി 20 കോടി രൂപ PRDക്ക് അനുവദിക്കുകയും ചെയ്തു. സംസ്ഥാനത്തെ ചീഫ് സെക്രട്ടറി അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥന്മാരായ യോഗത്തിൽ പങ്കെടുത്തു. ഇത് അധികാര ദുർവിനിയോഗമല്ലെങ്കിൽ മറ്റെന്താണ്? ബഹുമാനപ്പെട്ട ഹൈക്കോടതി അത് സ്റ്റേ ചെയ്ത് ഇപ്പോൾ സുപ്രീം കോടതി പോയിരിക്കുകയാണ്. ഗവൺമെൻറ് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് സംസ്ഥാന ഖജനാവിലെ പണം ഉപയോഗിച്ചുകൊണ്ട് മൂന്നാം തുടർഭരണത്തിന് വേണ്ടി ഇങ്ങനെയൊരു സർവേ നടത്തുന്നത് ജനാധിപത്യ വിരുദ്ധമായ നടപടിയല്ലേ? ജനാധിപത്യത്തിൽ കേട്ടുകേഴ്വിയില്ലാത്തൊരു നടപടിയല്ലേ? എന്നിട്ട് ഈ തുടർഭരണത്തിന് വേണ്ടി ആരെയാണ് സന്നദ്ധ പ്രവർത്തകരായി വെക്കുന്നത്? കഴിഞ്ഞ തവണ കോവിഡ് കാലത്ത് സന്നദ്ധ പ്രവർത്തകരായി വന്ന DYFI പ്രവർത്തകരെയാണ് ഇതിനുവേണ്ടി നിയോഗിക്കുന്നത്. അപ്പോൾ കാര്യം വ്യക്തമായല്ലോ. സർക്കാർ ചെലവിൽ നവകേരള സർവേയുടെ പേര് പറഞ്ഞുകൊണ്ട് വീട് വീടാന്തരം കയറി വോട്ട് പിടിക്കാനുള്ള തന്ത്രമാണ് ഗവൺമെൻറ് ആവിഷ്കരിക്കുന്നത്. ചീഫ് സെക്രട്ടറി അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാർ ഇതിൽ അംഗങ്ങളായിട്ടുണ്ട്. കേരളത്തിൽ ഭരണം മാറിയൊക്കെ വരും. ഇങ്ങനെ തോന്നിവാസം കാണിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് പിന്നീട് മറുപടി പറയേണ്ടി വരും. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറയുന്ന എല്ലാം ചെയ്തു കൊടുത്ത് ഈ നാടിനെ കുട്ടിച്ചോറാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് നവകേരള. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ശക്തമായി തന്നെ വിമർശിക്കുകയും അത് സ്റ്റേ ചെയ്യുകയും ചെയ്തു. എന്നിട്ട് ഇനിയും KK വേണുഗോപാലിനെ പോലെ ഒരു അഭിഭാഷകനെ ചുമതലപ്പെടുത്തിക്കൊണ്ട് കോടതിയിൽ സുപ്രീം കോടതി പോയിരിക്കുകയാണ്. ഇതിനുള്ള പണവും ജനങ്ങൾ വഹിക്കണം. KK വേണുഗോപാലിനെ പോലെ പ്രശസ്തനായ അഭിഭാഷകനെ കൊണ്ടുവരുന്നതിന് എത്ര കോടി രൂപ കൊടുക്കേണ്ടി വരും? അപ്പോൾ ഇത് തുടർഭരണത്തിന് വേണ്ടി സർക്കാർ മെഷീനറിയുടെ ദുരുപയോഗമാണ്. ഈ ദുരുപയോഗത്തിന് കൂട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാർ നാളെ മറുപടി പറയേണ്ടി വരും. ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കേണ്ടി വരും. ഇതിൽ പങ്കെടുക്കുന്ന ഉദ്യോഗസ്ഥന്മാർ തെരഞ്ഞെടുപ്പ് നടത്തിയാൽ എന്തായിരിക്കും ഉണ്ടാകുന്നത്? അതുകൊണ്ട് ഉദ്യോഗസ്ഥന്മാർ ഇത്തരം വഴിവിട്ട നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിൽക്കാൻ പാടില്ല. 20 കോടി ഇതിനുവേണ്ടി മാറ്റിവെച്ചു. 10 കോടി രൂപയോളം ചെലവായെന്നാണ് പറഞ്ഞത്. ഇതൊക്കെ ഉദ്യോഗസ്ഥന്മാരുടെ തലയിൽ വരുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. കോടതി ഇപ്പോൾ സ്റ്റേ നൽകിയിരിക്കുകയാണ്. അപ്പോൾ തുടർഭരണത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന നിലയിലേക്ക് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും ഭരണകൂടവും മുന്നോട്ട് പോവുകയാണ്. അതിൽ ഉദ്യോഗസ്ഥന്മാരതിനകത്ത് നിങ്ങൾ ബലിയാടാകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആ കമ്മിറ്റിയുടെ അതൊരു കമ്മിറ്റി എടുത്തിട്ടുണ്ട്. ആ കമ്മിറ്റി നോക്കിയാൽ അറിയാം ആരൊക്കെയാണ് ഇത് നടത്തിപ്പിനുള്ള കമ്മിറ്റിയിലെ അംഗങ്ങളെന്ന്. അത് വായിച്ചാൽ മനസ്സിലാവും. അപ്പോൾ ഭരണയന്ത്രത്തെ എങ്ങനെയും ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് തുടർഭരണത്തിന് വേണ്ടിയിട്ടുള്ള കള്ളക്കളിയാണ് മുഖ്യമന്ത്രി നടത്തുന്നത്. ഇതിനെതിരെ ശക്തമായി തന്നെ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഞങ്ങൾ പ്രതികരിക്കും. മാത്രമല്ല, നാട് മുഴുവൻ പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് പണം ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ശരിയായ നടപടിയാണോ? സർക്കാരിൻ്റെ പണം ഉപയോഗിച്ച് കിഫ്ബിയുടെ പണം കിഫ്ബി എന്ന് പറയുന്നത് എന്താണ്? നമ്മളൊക്കെ അടിക്കുന്ന ഓരോ ലിറ്റർ പെട്രോളിന് 2 രൂപ കിഫ്ബിക്ക് പോവാണ്. ആ പണം ഉപയോഗിച്ചുകൊണ്ട് വ്യാപകമായ തോതിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം കേരളത്തിൽ നടക്കുകയാണ്. ഏകപക്ഷീയമായ തെരഞ്ഞെടുപ്പ് പ്രചരണം നടക്കുകയാണ്. ഇത് ജനങ്ങൾ വിലയിരുത്തണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഞാനിപ്പം അമൃത ആശുപത്രിയിലേക്ക് പോകുന്നുണ്ട്. അവരെ കാണുന്നുണ്ട്. ഞങ്ങളുടെ ആലപ്പുഴ ജില്ലയിൽപ്പെട്ട പുന്നപ്രയ്ക്കടുത്തുള്ള സ്ഥലത്തെ ഉഷ എന്ന് പറയുന്ന സ്ത്രീക്കാണ് ഇതുണ്ടായത്. നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, കോഴിക്കോട് ഇതുപോലെ ഒരു സ്ത്രീക്കുണ്ടായത്. കത്രിക വയറ്റിൽ കിടന്നു. അവസാനം മന്ത്രി എന്ന എല്ലാ ഉറപ്പും കൊടുത്തു. ഒരുറപ്പും പാലിച്ചില്ല. ആ പാവപ്പെട്ട സ്ത്രീ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് മന്ത്രിയുടെ വീട്ടുപടിക്കൽ സത്യാഗ്രഹമായിരുന്നു. ഞാനവിടെ പോയിരുന്നു. 1 രൂപ കയ്യിലെടുക്കാൻ അവർക്കില്ല. പ്രതിപക്ഷ നേതാവ് 1 ലക്ഷം രൂപ കൊടുത്തു. ഞാൻ എൻ്റെ ഗാന്ധിഗ്രാം ഫണ്ടിൽ നിന്ന് ഇതറിഞ്ഞ് 1 ലക്ഷം രൂപ കൊടുത്തു. സർക്കാർ 5 പൈസ കൊടുത്തില്ല. അവർക്ക് എന്തെല്ലാം വാഗ്ദാനമാണ് കോഴിക്കോട് ചെന്ന് മന്ത്രി നടത്തിയത്?
അതേ അവസ്ഥയാണ് ഇവിടെയും ഉള്ളത്. സർക്കാർ ആശുപത്രി കെടുകാര്യസ്ഥതയുടെ പര്യായമായി മാറിയിരിക്കുന്നു. പാവപ്പെട്ട ആളുകൾക്ക് മെഡിക്കൽ കോളേജിൽ പോകാൻ പറ്റില്ല, സർക്കാർ ആശുപത്രിയിൽ പോകാൻ പറ്റില്ല. എല്ലാ സിസ്റ്റത്തിന് തകരാറാണെന്നാണ് മന്ത്രി പറയുന്നത്. സിസ്റ്റം നന്നാക്കാനാണല്ലോ ഈ മന്ത്രി ഇവിടെ ഉള്ളത്. സിസ്റ്റം തെറ്റാണെങ്കിൽ, അപകടമാണെങ്കിൽ അത് നന്നാക്കാനല്ലേ മന്ത്രി ഉള്ളത്. മന്ത്രി ഒരു അക്ഷരം മിണ്ടുന്നില്ലല്ലോ. കോഴിക്കോട് സംഭവത്തിൽ ശേഷം ഇതുവരെ ഒരു നടപടി സ്വീകരിച്ചിട്ടില്ലല്ലോ. വളരെ ദുഃഖകരമായൊരു സംഭവമാണ് ഈ ഉഷ എന്ന് പറയുന്ന സ്ത്രീക്കുണ്ടായത്. ഒരു ന്യായീകരണവും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നോ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ ഉണ്ടായാൽ അത് നമുക്ക് സ്വീകാര്യമല്ല. അടിയന്തരമായി അവരുടെ മുഴുവൻ ചെലവ് വഹിക്കണം. ഇവർക്ക് അടിയന്തരമായി എല്ലാവിധത്തിലുള്ള സഹായങ്ങളും ചെയ്തു കൊടുക്കണം. ആരോട് പറയാനാണ്? പറഞ്ഞിട്ട് കാര്യമില്ലാത്തത് കൊണ്ട് നിങ്ങളോട് ഞാൻ പറയുകയാണ്, ഒരു കാര്യവുമില്ല. ഈ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു സഹായവും കോഴിക്കോട്ടെ സ്ത്രീക്ക് ഉണ്ടായില്ല. ഇപ്പോഴും ഉണ്ടാകുമെന്ന് എനിക്ക് പ്രതീക്ഷയുമില്ല. ഇങ്ങനെയുള്ള ശസ്ത്രക്രിയയ്ക്ക് ചെയ്യുന്നവരുടെ വയറ്റിനകത്ത് കത്രിക ഇടുന്ന ചികിത്സയാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സർക്കാർ ആശുപത്രിയിൽ മെഡിക്കൽ കോളേജിൽ നടന്നു പോകുന്നവൻ മൂക്കിൽ പഞ്ഞി വെച്ച് തിരിച്ചു വരുന്ന കാലമാണിപ്പം. പല മെഡിക്കൽ കോളേജുകളുടെ സ്ഥിതി അതാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ അനാസ്ഥയെപ്പറ്റി പറഞ്ഞ ഡോക്ടർ ഹാരിസിനെ എന്തെല്ലാം പീഡിപ്പിച്ചു ഈ ഗവൺമെൻറ്. തുറന്നു പറയുന്ന ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ പീഡിപ്പിക്കുകയാണ്, ഡോക്ടർമാരെ പീഡിപ്പിക്കുകയാണ്. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ കാര്യത്തിൽ അടിയന്തരമായ ചികിത്സ അവർക്ക് നൽകണം. അവരുടെ ചികിത്സാ ചെലവ് മുഴുവൻ ഗവൺമെൻറ് വഹിക്കണം. നവകേരള സർവേക്കും ബോർഡ് വെക്കാനും കാശുണ്ടല്ലോ. ഈ പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ കാശില്ലേ? രാജ്യം മുഴുവൻ മുഖ്യമന്ത്രിയുടെ തല വെച്ചുള്ള ബോർഡല്ലേ, അതിനെവിടുന്ന കാശ്? അപ്പോൾ ഈ പാവപ്പെട്ടവർക്ക് ഗവൺമെൻറ്റിൻ്റെ അനാസ്ഥ കൊണ്ടുണ്ടായ ഗുരുതരമായ ഒരു പ്രശ്നമാണിത്. 5 വർഷമായിട്ട് ആ സ്ത്രീ തൻ്റെ വയറ്റിൽ കത്രികയായിട്ട് നടക്കുകയാണ്, വേദന അനുഭവിക്കുകയാണ്. ഒരു മനുഷ്യ സ്ത്രീ ഇത്രയും വലിയ വേദന അനുഭവിച്ചിട്ട് മന്ത്രി ഒന്ന് വിളിക്കുക പോലും ഇതുവരെ ചെയ്തിട്ടില്ലെന്ന് വീട്ടുകാർ പറയുന്നു.